Hi students, welcome to ASF Academy. I am Femi. Today we are going to discuss the topic Mcgregor's theory X and theory Y. മോട്ടിവേഷൻ തിയറീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറയുന്നത്. ഈ തിയറിയാണ് നമ്മൾ ഇന്നിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹെസ്ബർഗ് തിയറി പറഞ്ഞ് മറ്റേ ഹൈറാർക്കി തിയറി പറഞ്ഞ് അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് മക്ഗ്രെഗേഴ്സിൻ്റെ തിയറി എക്സ് ആൻഡ് തിയറി വൈ. Douglas Mcgregor introduced theory X and theory Y. Theory X, theory Y introduce ചെയ്തിട്ടുള്ളത് ഡഗ്ലസ് മക്ഗ്രെഗർ എന്ന് പറയുന്നുള്ള ഒരു വ്യക്തിയാണ്. 1960s ഏർലി 1960s ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ 2 distinct views ഓഫ് ദ ഹ്യൂമൻ ബീയിങ്. ഡെവലപ്പ് ചെയ്തിട്ട് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് വ്യൂസ് എന്നൊക്കെ പറയില്ല, അതേപോലത്തെയാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഹിം, two diametrical opposing viewpoint of managers about their employees. ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജേഴ്സിൻ്റെ എംപ്ലോയീസിനെ കുറിച്ചുള്ള മാനേജേഴ്സിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ പോയിന്റ് വെച്ചിട്ടാണ് ഈ തിയറി നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അതായത് ഓപ്പോസിറ്റ് വ്യൂ പോയിന്റ് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓപ്പോസിറ്റ് വ്യൂ പോയിന്റ്സ്, രണ്ട് എക്സ്ട്രീമിൽ കിടക്കുന്ന അസംഷൻസ് വെച്ചിട്ടാണ്. തിയറി എക്സിൻ്റെ കിടക്കുന്ന അസംഷൻസും തിയറി വൈയിൽ കിടക്കുന്ന അസംഷനും എക്സ്ട്രീം ലെവൽ ഓപ്പോസിറ്റ് ആണ്. അതാണ് നമ്മളുടെ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് വൺ ഈസ് നെഗറ്റീവ് ആണ് ഒന്ന്, അതിനെ പറയാനാണ് തിയറി ഓഫ് എക്സ് എന്നും, അനദർ ഈസ് പോസിറ്റീവ്, അത് പറയാനാണ് തിയറി വൈ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു തിയറി കംപ്ലീറ്റ് എന്താണെന്ന് വെച്ചാൽ മാനേജേഴ്സ് എങ്ങനെ എംപ്ലോയീസിനെ കാണുന്നു എന്നുള്ളതാണ്. മാനേജേഴ്സ് എംപ്ലോയീസിനെ കാണുന്ന രീതിക്കാണ് രണ്ട് ടൈപ്പിൽ തിയറി എക്സും തിയറി വൈ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തിയറി എക്സിൽ വരുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് ആ ഒരു അസംഷനിൽ വരുമ്പോൾ എംപ്ലോയീസ് എന്ന് പറയുന്നത് വളരെ ലേസി ആയിട്ട് ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ലാത്തത്, വർക്ക് ചെയ്യാൻ ഡിസ്ലൈക്ക് ആയിക്കാരം, അവർക്ക് എപ്പോഴും വർക്കിനോട് ഒരു താല്പര്യം ഉണ്ട്, അവോയ്ഡ് വർക്ക് ആയിക്കാരം അവർ കാശിന് വേണ്ടി മാത്രം ജോലി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് താല്പര്യം അവോയ്ഡ് വർക്ക്. അതേമാതിരി അവരൊന്നും കൺട്രോൾ ചെയ്യാൻ താല്പര്യപ്പെടില്ല, അവരെ കൺട്രോൾ മസ്റ്റ് ബി കൺട്രോളബിൾ ആയിരിക്കണം ഫ്രം സുപ്പീരിയർ എന്താണോ പറയുന്ന ആ കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി എല്ലാം അവോയ്ഡ് ചെയ്യാം. അവർ ജസ്റ്റ് ജോബ് സെക്യൂരിറ്റീസ് മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് തിയറി എക്സിൽ വരുന്നത്. മാനേജേഴ്സ് അല്ലെ സുപ്പീരിയേഴ്സ് അവരുടെ ബാക്കിൽ നിന്ന് പ്രഷർ ചെയ്തുകൊണ്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കണം, ബൈ ത്രെട്ട് വഴിയോ അല്ലെങ്കിൽ അവരുടെ ജോലിനെ ഭീഷണിപ്പെടുത്തി മറ്റു കാര്യങ്ങൾ വഴി അവരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം വർക്ക് ചെയ്യാൻ. അങ്ങനെയുള്ള കാറ്റഗറീസ് ആൾക്കാരാണ് തിയറി എക്സ് എന്ന് പറയും. എന്നാൽ തിയറി വൈ പറയാൻ നേരെ ഓപ്പോസിറ്റ്, വർക്ക് ചെയ്യാൻ വളരെ ലൈക്ക് ചെയ്തിട്ടുള്ള, വളരെ ഒരു കാം ആൻഡ് ക്വയറ്റിൽ അവരൊരു നോർമൽ പീസ് മൂവ്മെൻറ്റ് ചെയ്യുന്ന പോലെയാണ് അവരവരെ വർക്കിനെ കാണുക. ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യക്കാർ അവർ ജോലി എന്ന് പറയാം. സെൽഫ് ഡയറക്റ്റിംഗ് ആണ്. അവർ സുപ്പീരിയേഴ്സ് അവരെ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ സെൽഫ് ഡയറക്റ്റിംഗ് ആയിരിക്കും. അവർ അതേപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വളരെ താല്പര്യമുള്ളവരായിരിക്കും തിയറി വൈയിൽ വരുന്നവർ. അതേമാതിരി ഗുഡ് ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റി ഉള്ളവരായിരിക്കും അവരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തിയറി എക്സും തിയറി വൈയും ജനറൽ ആയിട്ടാണ് പറഞ്ഞത്. തിയറി എക്സ് ഇപ്പോൾ ഗ്രാഫിൽ രണ്ട് പിക്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി. തിയറി എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാത്തിനും ഒപ്പോസ് ചെയ്ത് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ലാത്തവരാണ് തിയറി എക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സ് എന്ന് പറയാൻ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷെ തിയറി വൈ എന്ന് പറയുന്ന എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവരാണ്. ഓക്കെ, എല്ലാം ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളവരാണ് തിയറി വൈ എന്ന് പറയുന്നത്. ഈ പിക്ചർ ഓർത്താൽ തന്നെ ഇതിൻ്റെ രണ്ട് എക്സ്ട്രീം ലെവലിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ പറ്റും. ഇതിൽ പറയുന്നത് അതേപോലെ തന്നെ തിയറി എക്സ് പറയുന്നത് എപ്പോൾ വീട്ടിൽ പോവാം, ലേസി ആയിട്ട് ജസ്റ്റ് വർക്ക് ചെയ്യണം, കാശ് കിട്ടാൻ വർക്ക് ചെയ്യണം എന്നുള്ളവരാണ്. എന്നാൽ തിയറി വൈ എന്ന് പറയുന്നത് എന്താ, ഐ ഹാവ് ഗോട്ട് സം ഐഡിയാസ്, എന്തും പുതിയത് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരേക്കാണ് തിയറി വൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ജനറൽ വ്യൂ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ
തിയറി എക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടി പറയാൻ പോവാണ്. തിയറി എക്സ് എന്ന് പറയുന്നത് എന്താണ്? മാനേജേഴ്സ് അസ്യൂം ചെയ്യാണ്. അസംഷൻ ഓഫ് മാനേജർ ഹൂ ബിലീവ് ഇൻ തിയറി ഓഫ് എക്സ് ആണെങ്കിൽ ആ അസംഷൻസ് എന്തൊക്കെയാണെന്ന്. തിയറി എക്സ് ആണ് മാനേജേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയോളജി എങ്കിൽ അതിൽ വരുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്നാണ്. എംപ്ലോയീസ് ഡിസ്ലൈക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ദേ അവോയ്ഡ് ദ വർക്ക്, മാക്സിമം അവോയ്ഡ് ചെയ്യാനുള്ളവർ നോക്കുന്നവരാണ്. എംപ്ലോയീസ് മസ്റ്റ് ബി coerced, controlled or threatened to do work. എംപ്ലോയീസിനെ അവരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം, അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം വർക്ക് ചെയ്യാൻ. ഭീഷണിപ്പെടുത്തുക ഇൻ ദ സെൻസ് ജോബ് പോവും, ജോബിൽ നിന്ന് ഫയർ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അവർ വർക്ക് ചെയ്യുള്ളൂ എന്നില്ല അസംഷൻ. എംപ്ലോയീസ് അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവില്ല. അവർ മാക്സിമം അവോയ്ഡ് ചെയ്ത് കളയുക. റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ എൻ്റെ ജോബിന് അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്യാനും നോക്കുക. ദേ ആൾസോ സീക്ക് ഫോർമൽ ഡയറക്ഷൻ. അവർക്ക് കൃത്യമായ ഡയറക്ഷൻ സുപ്പീരിയർ കൊടുക്കുന്ന ഡയറക്ഷനിൽ പറഞ്ഞ ജോലി മാത്രം ചെയ്യുക. അതിൽ നിന്ന് ഒരു പോയിന്റ് പോലും അപ്പർ ഇൻക്രീസ് ചെയ്യുക, അവരെ വർക്കിൽ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലേശം പോലും കൂടുതൽ അവരുടെ കയ്യിൽ ഇന്നോവേറ്റീവായി ചെയ്യാനോ അവർ തയ്യാറല്ലാത്ത എംപ്ലോയീസ് ആയിരിക്കാരം തിയറി എക്സിൽ വരുന്നത്. മോസ്റ്റ് എംപ്ലോയീസ് കൺസിഡർ സെക്യൂരിറ്റി ഓഫ് ജോബ് സെക്യൂരിറ്റീസ് മാത്രമേ അവർ കൺസിഡർ, അത് മാത്രമാണ് അവരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ അതർ ഫാക്ടേഴ്സ് ഇൻ ദ ജോബ് ആൻഡ് ഹാവ് വെരി ലിറ്റിൽ അംബിഷൻ. അവർ ഒട്ടും അംബീഷേറ്റീവ് അല്ല. എന്തെങ്കിലും നേടിയെടുക്കണം, എനിക്ക് സ്റ്റാറ്റസ് ഉണ്ടാവണം, പ്രസ്റ്റീജ് ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സുപ്പീരിയേഴ്സ് റെക്കഗ്നൈസ് ചെയ്യണം, എന്നെ എന്തെങ്കിലും പുതുതായി ഇന്നോവേറ്റീവായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ചെയ്യണം, അങ്ങനെയൊന്നും ചിന്തിക്കാത്തവർ. അവർ ജോബ് സെക്യൂരിറ്റീസ് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുക. അങ്ങനെയുള്ളവരായിരിക്കും തിയറി എക്സിൽ വരുന്നവർ. ഈ അസംഷൻസ് ഫോളോ ചെയ്യുന്ന, ഈ അസംഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ലെവലിലുള്ള മാനേജേഴ്സ് ആണ് തിയറി എക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പം മാനേജേഴ്സ് ഈ തിയറി എക്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന അസംഷൻസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് തിയറി എക്സ് പറഞ്ഞു. ഇനി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് തിയറി വൈ എന്ന് പറയുന്നത്. എംപ്ലോയീസ് ലവ് വർക്ക്. അവിടെ ഡിസ്ലൈക്ക് ചെയ്യുന്ന, ഇവിടെ ലൈക്കാണ്. അവർ കാം ആൻഡ് ക്വൈറ്റ് പീസ്ഫുൾ ആയിട്ട് അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്. അതേപോലെ തന്നെ എംപ്ലോയീസ് ആർ സെൽഫ് ഡയറക്റ്റഡ് ആൻഡ് സെൽഫ് കൺട്രോൾഡ്. അവർക്ക് സെൽഫ് ഡയറക്റ്റ് ചെയ്യാനും സെൽഫ് കൺട്രോൾ ചെയ്യാനും ഉള്ള കഴിവുണ്ട്. ആൻഡ് കമ്മിറ്റഡ് ടു ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. കമ്പനിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളവരേക്കാരെ ഈ എംപ്ലോയീസ് എന്ന് പറയുന്നത്. കമ്പനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറുള്ളവരേക്കാരെ ഈ ഒരു എംപ്ലോയീസിന്റെ കാറ്റഗറി വരുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരിക്കലും ഒരു ഡയറക്റ്റ് കൺട്രോൾ ഫ്രം സുപ്പീരിയേഴ്സിന്റെ ആവശ്യമില്ല ഇങ്ങനെയല്ല എംപ്ലോയീസിന്. എംപ്ലോയീസ് ആക്സെപ്റ്റ് ആൻഡ് സീക്ക് റെസ്പോൺസിബിലിറ്റീസ്. തിയറി വൈ എക്സിൽ പറഞ്ഞപ്പോൾ അവർ അവോയ്ഡ് ചെയ്യായിരുന്നു റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു. ഇവിടെ എംപ്ലോയീസ് എന്ത് ചെയ്യുക? ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആൻഡ് സീക്ക് റെസ്പോൺസിബിലിറ്റീസ് ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. ആൻഡ് ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഈസ് നോട്ട് കൺഫൈൻഡ് ടു ദി മാനേജേഴ്സ്. ഇന്നോവേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് മാനേജേഴ്സിൽ മാത്രം ഇൻക്ലൂഡായി നിൽക്കുന്നു, അല്ലെ അവരിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ലാതെ സം എംപ്ലോയീസ് ഓൾസോ ഈസ് പൊസസ്ഡ് ഇറ്റ്. ചില എംപ്ലോയീസിനും അതിനുള്ള താല്പര്യം, ഇന്നോവേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് എടുക്കാൻ തയ്യാറുള്ളവരായിരിക്കും. അത് ഇന്നോവേറ്റീവ് ആയിട്ട് അവർ പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ തയ്യാറുള്ള എംപ്ലോയീസ് ആയിരിക്കാനും തിയറി വൈയിൽ വരുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയാണ് തിയറി എക്സും തിയറി വൈ പറയുന്നത്. തിയറി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവോയ്ഡ് റിസ്ക്. തിയറി വൈ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ലവ് ദയർ വർക്ക്. തിയറി എക്സിൽ പറയുമ്പോൾ മസ്റ്റ് ബി കൺട്രോളബിൾ ആണ്, പക്ഷെ തിയറി വൈ പറയുമ്പോൾ സെൽഫ് ഡയറക്റ്റഡ് ആൻഡ് സെൽഫ് കൺട്രോൾഡ് ആണ്. തിയറി എക്സിൽ അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി, തിയറി വൈയിൽ പറയുമ്പോൾ എന്താ? സീക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ആക്സെപ്റ്റ് ഇറ്റ്. ലാസ്റ്റ് തിയറി എക്സിൽ അവർ മെജോറിറ്റി നോക്കുന്ന ജോബ് സെക്യൂരിറ്റീസ് മാത്രമാണ്. പക്ഷെ ഇവിടെ തിയറി വൈയിലാവുമ്പോൾ അവർ ഇന്നോവേറ്റീവ് തന്നെ ക്രിയേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിന് താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ ഇത്രയാണ് തിയറി എക്സും തിയറി വൈ പറയുന്നത്. സിമ്പിളായിട്ട് ഒന്നും കൂടി പറയാം. തിയറി വൈ എക്സ് പറയുമ്പോൾ പുഷ് ചെയ്യണം എംപ്ലോയീസിനെ വർക്ക് ചെയ്യാൻ വേണ്ടി. തിയറി വൈ പറയുമ്പോൾ അവരെപ്പോഴും ഒരു സാലറിക്ക് മാത്രമല്ല, ഇന്ന് കിട്ടുന്ന പ്രൊമോഷൻ, റിവാർഡ്, റെക്കഗ്നേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യണതാണ് തിയറി വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.